രാജി വെക്കണമെന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല, രണ്ടാമത്തെ എബോർഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം അല്ല, അതുതന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത്, ആ യുവതി പറഞ്ഞത്. 1.5 വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് പിതൃതുല്യം ഞാൻ കാണുന്ന കുടുംബ സുഹൃത്തുക്കളാണ് ഇവർ, കുടുംബക്കാരെല്ലാം കാണുന്ന വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമാണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ, ഗവൺമെൻറ്റിനെയും തകർക്കാൻ നിങ്ങളിപ്പോൾ തുടങ്ങിയ ഇതൊന്നും മതിയാവില്ല. അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം. പറവൂരിലെ ഒരു യുവതി, പേര് വെളിപ്പെടുത്താതെ തന്നെ വെളിപ്പെടുത്തപ്പെട്ടതാണ്. ഞാൻ എൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ രണ്ടാളുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ഗൗരവമുള്ള ഒരാരോപണം സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉന്നയിച്ചിരിക്കുക. ആ ഉന്നയിക്കുന്നത് ഇപ്പോഴും ഉന്നയിക്കുന്നതല്ല, 1.5 വർഷം മുമ്പ് ഞാൻ പിതൃതുല്യമായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു, നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു. കാരണം അവർ നാട്ടുകാരാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഫലപ്രദമായ ഇടപെടൽ നടന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നുകൂടി ആ യുവതി പറഞ്ഞു വെക്കുക. വി.ഡി. സതീശൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അപ്പോഴും തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ്. എന്നാൽ മറുഭാഗം പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നാണ്. പിതൃതുല്യം സ്നേഹിക്കുന്ന നല്ല കുടുംബബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിയല്ല വേണ്ടത്. ശ്രദ്ധപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്നാണ് മറുഭാഗം പറയുന്നത്. 1.5 വർഷം എന്ന് പറയുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും മുമ്പാണ്. അപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത്. ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ. രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി രാജിവെച്ചിരിക്കുകയാണ്. മറ്റൊരു യുവതി പത്രപ്രവർത്തക തന്നെയാണെന്നാണ് പറയുന്നത്. വാർത്ത വന്നു, ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. കൃത്യമായ തെളിവുകളോടുകൂടിയാണ്. അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച. അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. ഗൗരവപൂർണമായ പരിശോധന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഫാത്തിമ തഹലിയ എന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും കണ്ട ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്ന എല്ലാം
എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു. വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം KPCC പ്രസിഡന്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. സംഭവം 1.5 കൊല്ലം മുമ്പായതുകൊണ്ട് പറയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ KPCC പ്രസിഡന്റിനും കോൺഗ്രസിനും സാധിക്കുന്നതല്ല. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം. വരട്ടെ, ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ. വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം. അതിൻ്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം. ഞങ്ങളിപ്പോൾ രാജി വെക്കണമെന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല, രണ്ടാമത്തെ എബോർഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം, അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തു വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം. ഇത് തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ. അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല, തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു MLA എന്താണ് ചെയ്യുക? അത് കോൺഗ്രസ്സുകാർ പറയട്ടെ. അതിനുശേഷം നമുക്കതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം. ഇപ്പോഴും ആ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നു വന്നിട്ടുണ്ട്, വിവിധ മേഖലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ കോൺഗ്രസ് അദ്ദേഹത്തെ സംരക്ഷണത്തിനുള്ളതാണല്ലോ പൊതുവായി വരുന്ന ആക്ഷേപം. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ജനപ്രതിനിധിയായിട്ടുള്ള ഒരു അവസരം നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ചിരിക്കുമ്പോൾ അത് തെറ്റായ നടപടിക്ക് സന്ദേശമല്ല. അല്ല, അതന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത്, ആ യുവതി പറഞ്ഞത്. 1.5 വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് പിതൃതുല്യം ഞാൻ കാണുന്ന കുടുംബ സുഹൃത്തുക്കളാണ്, ഇവരുടെ കുടുംബക്കാരെല്ലാം കാണുന്ന VD സതീശൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമാണല്ലോ. ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. വേറെ ഒന്നും അതിന് പറയാനില്ല. അസംബന്ധ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല. അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ചാടിയിട്ടില്ല, ഒരു കുഴപ്പത്തിനും ചാടിയിട്ടില്ല, ചാടവുമില്ല, മകനുമില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വേറെ അശ്ലീല ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. അത് അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ വേറെ ചോദ്യത്തിന് വല്ല പ്രസക്തിയുണ്ടോ? പരാതി രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പറല്ല. രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഇംഗ്ലണ്ടിലാണ്. അവിടെ ഒരു സംവിധാനമുണ്ട്, പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. അതിലംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേരിൽ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. ആവശ്യമായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. യുക്തിയോ? അല്ല, ഇംഗ്ലണ്ടിലെ കേക്ക് എന്ത് ബാധ്യതയാണോ? പിന്നെന്താ സംശയം? പരാതി വന്നാൽ ഉടനെ നടപടി വരുന്നതാണോ അതിൻ്റെ അർത്ഥം? പിന്നെന്താ? ആരന്വേഷിക്കുന്നു? ആരന്വേഷിക്കുന്നു? അല്ല, പാർട്ടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലല്ലോ അന്വേഷിക്കേണ്ടത്. അത് കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ.
അത് ഇവിടെയല്ല ഘടകം, ഇവിടെ ഘടകമില്ല. യഥാർത്ഥത്തിൽ നേരെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിലുള്ളത്. ഒരു അസംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല. എല്ലാം എല്ലാം അങ്ങനെയാണ്. സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി ചെറിയാൻ പറഞ്ഞു അദ്ദേഹത്തിന് കുഴപ്പക്കാരനായിട്ട് ഞങ്ങളെടുത്ത് പുറത്തു കളഞ്ഞു. വി ശിവൻകുട്ടി പറഞ്ഞു അയാൾ തെറ്റുകാരനായിട്ട് ഞങ്ങൾ. അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടി കേരള ഘടകത്തിലുണ്ട്. പാർട്ടി കേരള ഘടകത്തിൽ ഇതിൽ യാതൊരു പങ്കും വഹിക്കാനില്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ല ചോദ്യം ചോദിച്ചിട്ടുണ്ട് കാര്യം. അതായത് അതങ്ങനെ ചോദിക്കുന്നത് അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ ഞാൻ പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞു പറയാം. അത് പറയും. എന്താ ചോദിച്ചത്? രാജേഷ് കൃഷ്ണക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ച് നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴാകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണ്. എന്ത് സംരക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു പാർട്ടി മെമ്പർക്ക് എന്ത് സംരക്ഷണം പറയാൻ? എന്ത് സർക്കാരിന്റെ ഇടപെടക്കാരൻ? അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞിട്ട് വെറുതെ അതിന്റെ മേലെ വേറെ വർത്താനം പറയണ്ട. ഒരു മസാല ബോണ്ട്, ഇത് മസാല ബോണ്ടിന്റെ കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം? അതൊക്കെ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ടില്ല, പാർട്ടി മറുപടി പറയേണ്ടില്ല, പോളിറ്റ് ബ്യൂറോവും മറുപടി പറയേണ്ടതില്ല. ഓരോരാളും പറഞ്ഞിട്ടുണ്ട്. രണ്ടിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐസക്കും പറഞ്ഞിട്ടുണ്ട്, മേഴ്സിക്കുട്ടിയമ്മയും പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യം. പരിശോധിച്ച് വരികയാണ്. വേണമെങ്കിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പം തീരുമാനിച്ചിരുന്നില്ല. ആരോപണങ്ങൾക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ പിന്നിൽ തന്നെ പോകാനാണ് നമ്മളെ പണി. നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്? ആരെങ്കിലും അതിൻ്റെ പിന്നിൽ വന്നോ? ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ വരുന്ന 2026 മെയ് വരെ ഓരോ ദിവസവും ഈ മാധ്യമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്, ഞങ്ങൾക്കെല്ലാം എതിരായി അതിശക്തിയായ കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ മുമ്പേ പറഞ്ഞതാണല്ലോ. അത് കാണുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിൻ്റെ അനുഭവമൊന്നുമില്ല. ധാർമ്മികതയാണിത്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ധാർമ്മികത. നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുള്ളത്? നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ കാര്യം നിലപാട് സ്വീകരിക്കുന്നത്? ഒരു കാര്യം അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വഷളായി 24 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നല്ലോ നിങ്ങൾക്ക്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാതെന്നാലും അതന്നെ വക്കീലിനോട് സാധിച്ചു. അതല്ലേ നിയമപരമായിട്ടുള്ള നിലപാട്. അത് ഞങ്ങൾ അയച്ചു. നിയമപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ആരോപണം, പിന്നെ ആരോപണം ഉന്നയിച്ചത്? നിങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചില്ലേ കുറേ ആള്? എല്ലാം ഞാൻ പറയുന്നില്ല, കുറേ ആൾ അങ്ങനെ പ്രവർത്തിച്ചല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ, ഗവൺമെന്റിനെയും തകർക്കാൻ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ഇതൊന്നും മതിയാവില്ല. അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം. അതെ, പാർട്ടിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. രണ്ട് വ്യവസായികളോ അല്ലെങ്കിൽ 2 സമ്പന്നന്മാരോ അല്ലെങ്കിൽ 2 വിദേശികളോ ആരായും കുഴപ്പമില്ല, എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അതിൻ്റെ അകത്ത് വലിച്ചഴച്ച് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കൃത്യമായിട്ട് തെറ്റി എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു. ഏഷ്യാനെറ്റാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ഇവിടെ ഉണ്ടോ ഇല്ലെന്ന്, ഏഷ്യാനെറ്റാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി. അവരെന്താ അവസാനം പറഞ്ഞത്? അവർക്ക് തന്നെ പറയേണ്ടി വന്നു. അവർ പറഞ്ഞത് തെറ്റായിരുന്നു, വിഴുങ്ങി. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യത്തിന്റെ പ്രസക്തി അതാങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കും ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് അസഭ്യം മാത്രമാണിത്. ശുദ്ധ അസംബന്ധമാണിത്. ഈ പ്രചരണം, ഈ കാര്യം മുഴുവൻ അസംബന്ധപരമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതാണ് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തത്. അന്ന് തന്നെ പറഞ്ഞതാണത്. ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് ഞങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 22 അത് 32 പേരുണ്ടെന്നാണ് പറഞ്ഞു. എല്ലാ അസംബന്ധം, ഒന്നൊഴിയാതെ എല്ലാ അസംബന്ധമാണ്. പിന്നെന്താ? എന്നാ കഴമ്പുള്ള കാര്യം പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോരല്ല. അതിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണ്? ഒരൊറ്റ ഒന്നിലും കഴമ്പില്ല. അതെ,
ഏത് അക്കൗണ്ട് ആർക്ക് കൊടുത്തിരിക്കുന്ന ആർക്ക് കൊടുത്തതിൻ്റെയും കൃത്യമായി വരട്ടെ. ഞങ്ങൾക്ക് എന്തായാലും മറച്ചു വെക്കാനുള്ളത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നം. മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നമുള്ളത്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. എല്ലാം കൃത്യമായിട്ട് വന്ന് എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. ഒരു കുഴപ്പമില്ല. പാർട്ടിയുമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധമില്ല. നിങ്ങൾ ചോദിച്ചോ. ആര് അത് വാർത്തയായിട്ട് വന്നല്ലേ? ഇല്ല, ഒരു കുഴപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല. അതിന് മുമ്പുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം നീങ്ങിയില്ല, അതുകൊണ്ടല്ലേ ദേഷ്യം? പിന്നെന്താ ദേഷ്യയിലാണ് പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഈ കാര്യം കത്തി പടരുമെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത്. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇതാണ് കൊണ്ടുപോയി നടക്കാന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. നടക്കൂല എന്ന് 24 മണിക്കൂർ കൊണ്ട് തീർന്നപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലും വല്ലാതൊരു വേഷം നിങ്ങളെ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. ആ സംബന്ധം